ഡിയർ സ്റ്റുഡൻറ്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഹെഡ്ജിങ് അല്ലെങ്കിൽ സ്റ്റോക്ക് ഓപ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഹെഡ്ജിങ്, സ്പെക്കുലേഷന്, സ്പ്രെഡിങ് ആൻഡ് കോമ്പിനേഷന്, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ള ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്ത് മീൻസ് ആ ഒരു ക്ലാസിഫിക്കേഷൻ, ഓപ്ഷൻ ട്രേഡിംഗ് ക്ലാസിഫിക്കേഷൻസുകൾ നമ്മൾ 3 രീതിയിലുള്ള ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഹെഡ്ജിങ് വിത്ത് ഓപ്ഷനാണ്. നമ്മൾ പറഞ്ഞു എക്സ്ചേഞ്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സുകളുണ്ട്. ഹെഡ്ജേഴ്സ്, സ്പെക്കുലേറ്റേഴ്സ്, അതുപോലെ സ്പ്രെഡേഴ്സ്, ആർബിട്രേജേഴ്സ്, അങ്ങനെയൊക്കെയുള്ള ആളുകൾ പറഞ്ഞു അല്ലേ. അതിൽ ഒരു വിഭാഗം ആളുകളാണ് ഹെഡ്ജേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെഡ്ജേഴ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഹെഡ്ജിങ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? റിസ്ക് എലിമിനേറ്റ് ചെയ്യാനും റിസ്ക് റെഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഹെഡ്ജിങ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസുകൾ അഥവാ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും വാങ്ങിയിട്ടും വിൽറ്റിട്ടും നമ്മൾ ഹെഡ്ജിങ് എങ്ങനെ നടത്താം എന്നുള്ളതാണ് ഈ ഒരു ഹെഡിന് താഴെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഹെഡ്ജിങ് നടത്തുന്നത് ഓപ്ഷൻ ബേസിൽ നമുക്ക് എങ്ങനെ ഹെഡ്ജിങ് ചെയ്യാം, അഥവാ റിസ്ക് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രധാനമായിട്ടും 5 രീതിയിലാണ് നമ്മൾ ലോസിനെ മിനിമൈസ് ചെയ്യുന്നത്, റിസ്ക് കുറയ്ക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒന്നാമത്തത് ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക്, ദ പ്രൊട്ടക്റ്റീവ് പുട്ട്, അഥവാ ലോങ് പൊസിഷനിൽ സ്റ്റോക്കിൻ്റെ കേസിൽ ലോങ് പൊസിഷൻസുകൾ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട്, അഥവാ നമ്മൾ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലോങ് പൊസിഷൻ സ്റ്റോക്കിനെ എങ്ങനെ നമുക്ക് സേഫ് ആക്കാം, പ്രൊട്ടക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് ഈ ഒരു ഹെഡിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോങ് പൊസിഷൻ ഉള്ള ഒരു സ്റ്റോക്കിനെ പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കൊണ്ട് നമുക്ക് എങ്ങനെ ഇതിനെ സേഫ് ആക്കാം, പ്രൊട്ടക്റ്റീവ് ആക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി, അല്ലെങ്കിൽ ഒന്നാമത്തെ ഒരു ടൈപ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? ഹെഡ്ജിങ് നടത്തുന്ന വിത്ത് ഓപ്ഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുകയോ സെല്ല് ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് റിസ്ക് കുറയ്ക്കുന്ന ഒന്നാമത്തെ രീതിയാണ് ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇതിൽ 2 രീതിയിലുള്ള 2 ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസുകൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നോക്കുക, ഒന്നാമത്തെ ഇതിൽ പുട്ട് ഓപ്ഷനാണ് കേട്ടോ. പുട്ട് ഓപ്ഷൻ വാങ്ങിക്കൊണ്ട് നമ്മൾ ലോങ് പൊസിഷനുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ അതിൽ വരുന്ന റിസ്ക് ഹെഡ്ജ് ചെയ്യാണ്. സോ ഇവിടെ ബയ്യർ അല്ലെങ്കിൽ ഒരു ഷെയർ മീൻസ് ഷെയറിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ സ്റ്റോക്ക് വാങ്ങുമ്പോൾ അവിടെ വരുന്ന റിസ്കുകൾ നമ്മൾ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനോട് കൂടിയിട്ട് സെയിം റേറ്റിലുള്ള ഒരു പുട്ട് ഓപ്ഷനും നമ്മൾ എന്ത് ചെയ്യാണ്, വാങ്ങുകയാണ് ചെയ്യുന്നത്. ആ വാങ്ങുന്നതോട് കൂടിയിട്ട് പുട്ട് ഓപ്ഷൻ, പുട്ട് മീൻസ് എന്താണ്, നമ്മൾ വിൽക്കുകയാണ് അല്ലേ. അപ്പോൾ വിൽക്കാനുള്ള ഒരു റൈറ്റിനെ നമ്മൾ വാങ്ങുക, ഒരു സ്പെസിഫൈഡ് ടൈമിൽ വിൽക്കാനുള്ള റൈറ്റിനെ നമ്മൾ വാങ്ങുന്ന ഒരു രീതിയാണ് പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോക്കിൻ്റെ വിലയിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാലും, സ്റ്റോക്കിൻ്റെ വില കുറഞ്ഞാലും കൂടിയാലും 2 സിറ്റുവേഷൻസ് വരുന്നുണ്ട്. വില കുറയും ചെയ്യും, കൂടുകയും ചെയ്യും. അത്തരത്തിലുള്ള സിറ്റുവേഷൻസുകൾ വന്നു കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ എങ്ങനെ അതിൻ്റെ റിസ്കിനെ ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. മനസ്സിലായോ? ഫസ്റ്റ് ഓഫ് ഓൾ 2 ടൈപ്സിൽ 2 സ്ട്രാറ്റജീസ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നാമത്തത് സ്റ്റോക്ക് നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്തിട്ട് ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഷെയർ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ഒന്നാമത്തെ രീതി. ഇനി രണ്ടാമത് നമ്മൾ ചെയ്യുന്നത് ആ ഷെയറിന് തുല്യമായിട്ടുള്ള ഒരു അണ്ടർലൈൻ അസറ്റ് ആയി ആ ഷെയർ ആ ഷെയർ മീൻസ് ഈ സെയിം ആയിട്ട് വരുന്ന സ്റ്റോക്ക് തന്നെ അണ്ടർലൈൻ അസറ്റായിട്ട് വരുന്ന ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങുന്നു. ക്ലിയർ ആയോ?
നമ്മളെടുത്ത നമ്മൾ സ്റ്റോക്ക് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ, ആ സ്റ്റോക്കിന് സമാനമായിട്ടുള്ള ഒരു അണ്ടർലൈൻ അസറ്റായിട്ട് വരുന്ന ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങുന്നു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. മീൻസ് ഒരു ലോങ് പുട്ടും ഉണ്ട്, അഥവാ ലോങ് പൊസിഷനുള്ള പുട്ട് ഓപ്ഷനും ഉണ്ട്, ഒരു ലോങ് സ്റ്റോക്കും ഉണ്ട്. മനസ്സിലായല്ലോ? ലോങ് പൊസിഷനിലുള്ള പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങിക്കൊണ്ട് ലോങ് പൊസിഷനിലുള്ള ഒരു സ്റ്റോക്കിൽ വരുന്ന റിസ്ക് നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഞാൻ സാവധാനം പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്, ലോങ് പുട്ടും ഉണ്ട്, ലോങ് സ്റ്റോക്കും ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ഹെഡ്ജിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പുട്ട് ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഹെഡ്ജ് എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇതിലുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം, ലോങ് പുട്ടും ഉണ്ട്, ലോങ് സ്റ്റോക്കും ഉണ്ട്. ലോങ് മീൻസ് ലോങ് പൊസിഷനാണ് കേട്ടോ, അതിൽ പുട്ട് ഓപ്ഷനും. ലോങ് സ്റ്റോക്ക് പറഞ്ഞാൽ ലോങ് പൊസിഷനുള്ള ഒരു സ്റ്റോക്കും ഉണ്ട്. സ്റ്റോക്കിൽ വരുന്ന റിസ്ക് തടയാൻ ലോങ് പൊസിഷനുള്ള ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിക്കൊണ്ട് ചെയ്യുന്നു. ക്ലിയർ? അപ്പോൾ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ഹോൾഡ് ചെയ്യാണ്. അവിടെ നമുക്ക് എന്താണ്, നോ ഒബ്ലിഗേഷനാണ്, ഓൺലി റൈറ്റ് മാത്രമാണുള്ളത്. ആരുടെ സംബന്ധിച്ചിട്ട്? ബയ്യറെ സംബന്ധിച്ചിടത്തോളം ഒരു പുട്ട് ഓപ്ഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ റൈറ്റ് മാത്രമാണ്, നോ ഒബ്ലിഗേഷൻ. സോ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഹെഡ്ജർ അഥവാ ബയ്യർ അല്ലേ, ആ ഹെഡ്ജർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അസറ്റിൻ്റെ പ്രൈസ് കുറയും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുക, അഥവാ അണ്ടർലൈൻ അസറ്റിൻ്റെ പ്രൈസ് കുറയും എന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും ഹെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ കുറയും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് ഇതേ സെയിം ആയിട്ട് വരുന്ന അണ്ടർലൈൻ അസറ്റുള്ള ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു. സോ അങ്ങനെ വാങ്ങിക്കൊണ്ട് അവിടെ ആ ഒരു ഹെഡ്ജിങ് നടത്തുന്നു, അഥവാ റിസ്ക് കുറക്കുന്നു. ഇങ്ങനെ ആകുമ്പോൾ ആൾക്ക് എന്താണ്, എക്സ്പെക്റ്റ് ചെയ്ത പ്രൈസ് കുറയുന്നൊരു എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരാളായിരിക്കും ഹെഡ്ജർ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, സ്പോട്ട് പ്രൈസ് സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടിലും സ്പോട്ട് പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ അയാൾ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നു, അത് എക്സ്റൈസ് ചെയ്യിക്കുന്നു. അങ്ങനെ അതിലൂടെ ലാഭം ഉണ്ടാക്കുന്നു. ഈ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? റൈറ്റ് ടു സെല്ലാണ്, അഥവാ ഏത് സമയത്തും ഒരു സ്പെസിഫൈഡ് ടൈമിൽ വിൽക്കാനുള്ള റൈറ്റിനെയാണ് എന്ത് പറയുന്നത്, പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു റൈറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് എത്ര കുറഞ്ഞാലും അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ഓപ്ഷൻ ഉണ്ടാകും. ആ പുട്ട് ഓപ്ഷൻ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത് എന്തിനാണ്? എത്ര കുറഞ്ഞാലും നമുക്ക് ആ കൂടിയ വിലക്ക് നമുക്ക് വിൽക്കാം എന്നൊരു റൈറ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പുട്ട് ഓപ്ഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ പുട്ട് ഓപ്ഷൻ പർച്ചേസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. എത്ര റൈറ്റ് കുറഞ്ഞാലും നമുക്ക് കൂടിയ റൈറ്റിൽ, ആദ്യം ഉണ്ടായിരുന്ന റൈറ്റിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കിനെ വിൽക്കാം എന്ന ഒരു റൈറ്റ് ഉണ്ടല്ലോ, അതിന് വാങ്ങിക്കുക ചെയ്യുന്നത്. അത് വാങ്ങിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസ്ക് കുറക്കാൻ സാധിക്കുന്നതാണ്. ക്ലിയർ ആയോ? വൺസ് അഗെയിൻ സിമ്പിളായിട്ട് ഒന്നുകൂടെ പറയാം. ഇതിൽ രണ്ട് രീതികളാണ് ഉള്ളത്. ഒന്ന്, സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യുന്നു. രണ്ടാമത്തത് സെയിമായിട്ട് ആ ഷെയർ അണ്ടർലൈൻ അസറ്റായിട്ട് വരുന്ന ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ വാങ്ങുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഷെയറും വാങ്ങി, സെയിം അണ്ടർലൈൻ അസറ്റായിട്ട് പുട്ട് ഓപ്ഷനും വാങ്ങി. മനസ്സിലായല്ലോ? ഇവിടെ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത് റൈറ്റ് ടു സെല്ലാണ്. നമ്മൾ വിൽക്കാനുള്ള റൈറ്റിനെ പർച്ചേസ് ചെയ്യുക. ഇത് വാങ്ങുന്നതിലൂടെ നമുക്ക് എത്ര പ്രൈസ് കുറഞ്ഞാലും, സ്പോട്ട് പ്രൈസ് എത്ര കുറഞ്ഞാലും നമുക്ക്, അഥവാ ബയ്യർക്ക്
കൂടിയ വിലക്ക് വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടാവും പുട്ട് ഓപ്ഷൻ വാങ്ങുന്നതിലൂടെ. അപ്പോൾ അവർക്ക് ഈ ബയ്യർക്ക് അവിടെ എന്താണ് ഒരിക്കലും നഷ്ടം വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. സോ ആ ഒരു കോൺട്രാക്റ്റ് എക്സർസൈസ് ചെയ്യും. ഇനി നേരെ ഓപ്പോസിറ്റാണ് എങ്കിൽ സ്റ്റോക്ക് പ്രൈസ് കൂടിയാൽ സ്പോട്ട് പ്രൈസ് കൂടിയാൽ ഓപ്ഷൻ, അപ്പോൾ ബയ്യറെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, സ്റ്റോക്ക് പ്രൈസ് കൂടിയാൽ ബയ്യറെ സംബന്ധിച്ചിടത്തോളം അത് നോട്ട് എക്സറൈസറാണ്. കാരണം ആൾക്ക് അവിടെ എന്താണ് പ്രോഫിറ്റ് ഉണ്ടാവില്ല. മനസ്സിലാവുന്നുണ്ടോ? അവിടെ പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല, നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അസറ്റ് പ്രൈസ് ഇൻക്രീസ്, ദ ട്രേഡർ വിൽ നോട്ട് എക്സറൈസ് ദാറ്റ് ലോസ് വിൽ ബി ലിമിറ്റഡ് ടു പ്രീമിയം പെയ്ഡ്. ഓക്കെ, പ്രീമിയം പെയ്ഡ് മാത്രമാണ് ആൾക്ക് അവിടെ ലോസ് ആവുന്നത്. സോ അവിടെ എന്താണ് ആ ഒരു ലിമിറ്റഡ് ആയിട്ട് വരുന്ന ലോസാണ് സംഭവിക്കുന്നത്. പക്ഷേ സെല്ലറെ സംബന്ധിച്ചിടത്തോളം വൻ നഷ്ടമാണ് അവിടെ വരുന്നത് എന്നും കൂടെ മനസ്സിലാക്കുക. ഓക്കെ, ആ സമയത്ത് ഈ ബയ്യർക്ക് എന്താണ് ഓൺലി പ്രീമിയം മാത്രമാണ് നഷ്ടം വരുന്നത്. ഓപ്ഷൻ കോൺട്രാക്റ്റ് അവിടെ എന്താണ് എക്സറൈസ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. ആ ഗ്രാഫ് ഒന്ന് നോക്കുക. ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാവും. ലോങ് സ്റ്റോക്കും ഉണ്ട്, ലോങ് പുട്ടും ഉണ്ട് കേട്ടോ. ലോങ് പൊസിഷനിലുള്ള പുട്ട് ഓപ്ഷന് അതാണ് ചെറിയൊരു ലൈനായി കണ്ട് ഡോട്ട് കൊടുത്തിട്ടില്ലേ കേട്ടോ, നല്ല ബോൾഡ് അല്ലാത്ത. ഇനി ലോങ് സ്റ്റോക്ക് അത്യാവശ്യം ബോൾഡായിട്ടുള്ള ചെറിയ കുറച്ച് ലൈൻസ് ഡോട്ട് കട്ടിയുള്ള ഒരു അതാണ് ലോങ് സ്റ്റോക്ക്. അപ്പോൾ 2 ഭാഗമുണ്ട്. അതിൽ നമുക്ക് 100 രൂപയ്ക്ക് ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു, അതേ സമയത്ത് 100 രൂപയ്ക്ക് ഒരു പുട്ട് ഓപ്ഷനും നമ്മൾ വാങ്ങിച്ചു. സോ നമ്മൾ പ്രൈസ് കുറയുകയാണെങ്കിൽ 100 രൂപ എന്നുള്ളത് 90 രൂപയായിട്ട് സ്പോട്ട് പ്രൈസ് മാറുകയാണെങ്കിൽ അവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എക്സറൈസ് ചെയ്യും. ആ സമയത്ത് ഈ 100 രൂപയ്ക്ക് തന്നെ ബയ്യർ എന്ത് ചെയ്യും, ഇത് വിൽക്കും. കാരണം പുട്ട് ഓപ്ഷൻ അവിടെ വാങ്ങിയത് കൊണ്ട് 100 രൂപയ്ക്ക് തന്നെ വിൽക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. സോ അവിടെ നഷ്ടം വരുന്നില്ല, ലാഭം വരും. ഓക്കെ, ഇനി 100 രൂപ അല്ല പുട്ട് ഓപ്ഷൻ വാങ്ങിയതുകൊണ്ട് 100 രൂപയ്ക്ക് തന്നെ വിൽക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി അവിടെ 100 രൂപ എന്നുള്ളത് 92 രൂപയായിട്ട് കുറയുകയാണെങ്കിൽ 100 രൂപ എന്നുള്ളത് 110 രൂപയായിട്ട് മാറുകയാണെങ്കിൽ അവിടെ ബയ്യർ ആ കോൺട്രാക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ ഈ ബയ്യർക്ക് വരുന്ന ഒരു ലാഭം എന്ന് പറയുന്നത് 100 രൂപേൻ്റെ ഷെയർ 90 രൂപക്ക് ആൾ വാങ്ങിച്ചു, അതുപോലെ 8 രൂപ അയാൾ പ്രീമിയം കൊടുത്തു. അപ്പോൾ ആൾക്ക് നെറ്റ് പ്രോഫിറ്റായിട്ട് ആൾക്ക് 2 രൂപ കിട്ടുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ക്ലിയറായോ? ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ, ഇവിടെ 92 രൂപയും 108 രൂപയും ബ്രേക്ക് ഈവൺ പോയിൻ്റാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ബുള്ളിഷ് ട്രെൻഡ് എക്സ്പെക്റ്റ് ചെയ്യുന്നവരാണ് ഈ ഒരു ബയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 90 രൂപ കുറയുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എക്സറൈസ് ചെയ്യും. അഥവാ 110 രൂപയായിട്ട് മാറുകയാണെങ്കിൽ എക്സറൈസ് ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലായാലും ഞാൻ അത്രയും സ്ലോ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പറയുന്ന കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്റ്റോക്ക് വാങ്ങുന്നു, സെയിം റുപ്പീസിന് എന്ത് ചെയ്യുന്നു, പുട്ട് ഓപ്ഷനും വാങ്ങുന്നു. ഇത് വില കൂടിയാൽ വില കുറയുമെന്ന് പ്രതീക്ഷ വെച്ചിട്ടുള്ള ആളുകളാണ് ഹെഡ്ജേഴ്സ്. അവരാണ് ഈ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ അവർക്ക് അതിലുള്ള റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ വില കുറഞ്ഞു കഴിഞ്ഞാൽ വില കൂടിയ വിലക്ക് വിൽക്കാമെന്ന് പറയുന്ന റേറ്റാണ് അവർ വാങ്ങിക്കുന്നത്. അതാണ് പുട്ട് ഓപ്ഷൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തത് പറഞ്ഞിട്ടുള്ളത് ഹെഡ്ജിങ് ഷോർട്ട് പൊസിഷൻ. ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് വിത്ത് കോൾ ഓപ്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ ലോങ് പൊസിഷനിലല്ലേ പറഞ്ഞ്, ഇനി നമുക്ക് ഷോർട്ട് പൊസിഷനിൽ കോൾ ഓപ്ഷൻ വാങ്ങിക്കൊണ്ട് കേട്ടോ. അപ്പോൾ കോൾ ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഷോർട്ട് പൊസിഷനിൽ എങ്ങനെ ഹെഡ്ജിങ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഹെഡിൽ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോൾ ഓപ്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൾ ഓപ്ഷനാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ നോ അസറ്റ് ഇൻ പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ കയ്യിൽ അറ്റ് പ്രസൻറ്റിൽ സ്റ്റോക്ക് ഇല്ല. അപ്പം നമ്മൾ ഇല്ലാത്തൊരു വ്യക്തിക്ക് കൂടിയ വിലക്ക് എന്ത് ചെയ്യാണ്, വിൽക്കുക വേണം, അതിന് വേണ്ടി കുറഞ്ഞ വിലക്ക് വാങ്ങുകയും വേണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സ്റ്റോക്ക് അറ്റ് പ്രസൻറ്റിൽ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇല്ലാത്തൊരു സിറ്റുവേഷൻസിലാണ് നമ്മൾ ഈ ഒരു ഷോർട്ട് പൊസിഷനിൽ കോൾ ഓപ്ഷൻ നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ഷോർട്ട് പൊസിഷൻസിൽ, അപ്പോൾ ഷോർട്ട് പൊസിഷൻ ആരാ? സെല്ലറാണ് അല്ലേ, റൈറ്ററാണ്. അപ്പോൾ ആ റൈറ്റർ കോൾ ഓപ്ഷന് നമ്മൾ ചെയ്യുന്നത് ആൾക്ക് വിൽക്കാനുള്ള ഒരു റൈറ്റ്സ് ആണ് കേട്ടോ, വാങ്ങാനുള്ള. അപ്പോൾ ബയ്യർക്ക് എന്താണ്, ഷോർട്ട് പൊസിഷൻ എന്ന് പറയുന്നത് സെല്ലറാണ്. സെല്ലർക്ക് കോൾ ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് ആണ് കേട്ടോ, ബൈ ചെയ്യാനുള്ള ഒരു റൈറ്റാണ് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറ്റ് പ്രസൻറ്റിൽ അയാളെ കയ്യിൽ എന്തില്ല, സ്റ്റോക്കുകൾ ഇല്ല എന്നുള്ളത്. ഇനി ഭാവിയിൽ അയാൾക്ക് അത് വാങ്ങിക്കണം എന്നുള്ളൊരു ഇൻറ്റൻറ്റ് ഉള്ള ഒരു വ്യക്തിയുമാണ്. ഭാവിയിൽ ആൾക്ക് സ്റ്റോക്ക് വാങ്ങിയിട്ട് അതിലൂടെ പ്രോഫിറ്റ് നേടണം എന്ന് ഇൻറ്റൻഷൻ ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ്. സോ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇന്ന് എൻ്റെ കയ്യിൽ വാങ്ങാൻ ക്യാഷില്ല, അപ്പോൾ ഞാനത് വാങ്ങണം, എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനൊരു 10 ദിവസം കഴിഞ്ഞാൽ വാങ്ങും. ആ സമയത്ത് ആ സ്റ്റോക്കിൻ്റെ വില കൂടിയാൽ അത് എനിക്ക് റിസ്ക്കാണ് അല്ലേ? അത് ഏത് സാധനം ആയിക്കോട്ടെ, നമ്മളടുത്ത് കയ്യിൽ ക്യാഷില്ല, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ വാങ്ങണമെന്ന് വിചാരിച്ചാൽ അതിന് വില കൂടിയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലേ? ഇനി വില കുറഞ്ഞു കഴിഞ്ഞാലും അതെനിക്ക് ഫേവറബിളുമാണ്. അപ്പോൾ ഈ 2 സിറ്റുവേഷൻസ് അവിടെ വരുന്നുണ്ട്. അപ്പം കൂടിയ വിലയിൽ വാങ്ങിച്ചിട്ട് കുറഞ്ഞ വിലയിൽ വിറ്റ് കഴിഞ്ഞാൽ നഷ്ടമാണ്. നേരെ ഓപ്പോസിറ്റോ, കൂടിയ വിലയിൽ നമ്മൾ വിൽക്കുക, കുറഞ്ഞ റേറ്റിന് വാങ്ങുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഷോർട്ട് സെല്ലിംഗ് എന്നൊരു കോൺസെപ്റ്റും ഇവിടെ വരുന്നുണ്ട്. ഒന്ന് എന്താണ്, അയാളെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ അയാളെ കയ്യിൽ അറ്റ് പ്രസൻറ്റിൽ ആൾക്ക് എന്താണ് അസറ്റ് പൊസിഷൻ വെക്കാനുള്ള ഇതില്ല, കഴിവില്ല. രണ്ടാമത്തത് ഷോർട്ട് സെല്ലിംഗ് കൺസെപ്റ്റാണ്. അഥവാ കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചിട്ട് കൂടിയ വിലയിൽ വിൽക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ്, ഷോർട്ട് സെല്ലിംഗ്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ റിസ്കുകൾ വരുന്നുണ്ട്. ഈ റിസ്കിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ ഓപ്ഷന് നമ്മൾ വാങ്ങുന്നത്. കോൾ ഓപ്ഷൻ വാങ്ങുക എന്ന് പറയുന്നത് റൈറ്റ് ടു ബൈ ആണ്. അപ്പോൾ അതിൽ റൈറ്റ് ടു ബൈ ആയതുകൊണ്ട് മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, കുറഞ്ഞ വിലയിൽ വാങ്ങിച്ചിട്ട് കൂടിയ വിലയിൽ നമ്മൾക്ക് വിൽക്കുക. അങ്ങനെ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. മനസ്സിലായോ? ഹെഡ്ജിങ് ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക് വിത്ത് കോൾ ഓപ്ഷൻ. അപ്പോൾ ആളുടെ കയ്യിൽ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ആൾക്ക് എന്തില്ല, അയാളുടെ കയ്യിൽ അസറ്റ് ഇല്ല, ആൾക്ക് ഭാവിയിൽ അസറ്റ് വാങ്ങിയിട്ട് ഇങ്ങനെ വിൽക്കണം, അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നൊരു ഇൻറ്റൻഷൻ ഉണ്ട്. അപ്പം നമ്മൾ വാങ്ങാത്ത സ്ഥിതിക്ക് ഇനി വാങ്ങുമ്പോൾ അവിടെ പ്രൈസ് കൂടിയാൽ ആൾക്ക് റിസ്ക് വരും. ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഈ കോൾ ഓപ്ഷൻ അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? കോൾ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് വിൽക്കാനുള്ള റൈറ്റ് അവർ കൊടുക്കുക, വിൽക്കാനുള്ള റൈറ്റ് ഉണ്ടാക്കിയെടുക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നുള്ളത് ഒരു സ്പോട്ട് പ്രൈസ് കവേർഡ് കോൾ റൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻക്രീസ് ചെയ്യാം, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സ്പോട്ട് പ്രൈസ് എക്സ് പ്രൈസിനേക്കാൾ കൂടൂല എന്ന് വെച്ചിട്ട് കോൾ ഓപ്ഷൻ ചെയ്യാനുള്ള റൈറ്റ്, കോൾ ഓപ്ഷൻ വാങ്ങിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അഥവാ വാങ്ങാനുള്ള റൈറ്റ്സ് നമ്മൾ വിൽക്കുക,
കേട്ടോ. വാങ്ങാനുള്ള റൈറ്റ്സ് നമ്മൾ വിറ്റിട്ട് അത് അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി പറഞ്ഞിട്ടുള്ളത് നെയ്ക്കഡ് കോളാണ്. നെയ്ക്കഡ് കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. നെയ്ക്കഡ് കോൾ എന്ന് വെച്ചാൽ താഴെ പറഞ്ഞിട്ടുണ്ട്, where writer does not have a asset underlying the call option. കോൾ ഓപ്ഷൻസുകൾ അഥവാ അണ്ടർലൈൻ അസറ്റ്സിൽ വരുന്ന കോൾ ഓപ്ഷൻസുകൾ നമ്മൾ കയ്യിൽ വിത്തൗട്ട് ഡസ്സാണ് നമ്മളെ റൈറ്ററുടെ കയ്യിൽ ഇല്ലാത്തൊരവസ്ഥ, അതിൽ വരുന്ന ഒരു റൈറ്റാണ് ഏത് നെയ്ക്കഡ് അല്ലെങ്കിൽ അൺകവേർഡ് കോളം എന്ന് പറയുന്നത്. ആ കോള് കേട്ടോ, അൺകവേർഡ് കോള് അല്ലെങ്കിൽ നെയ്ക്കഡ് കോള് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്താണ് ഈ സെക്യൂരിറ്റീസുകൾ കയ്യിൽ വെക്കാണ്ട് അത് കയ്യിൽ ഇല്ലാണ്ട് തന്നെ നമുക്ക് പുട്ട് ഓപ്ഷൻസ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രണ്ട് രീതിയിലുള്ള ജനറേഷൻസുകളാണ് ഉള്ളത്. ഒന്ന് കവേർഡും ഒന്ന് നെയ്ക്കഡും. കവേർഡ് പറഞ്ഞാൽ നമ്മൾ അസറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനെയാണ് കവേർഡ് എന്ന് പറയുന്നത്. നെയ്ക്കഡ് പറഞ്ഞാൽ എന്താണ്, അസറ്റ് കവേർഡ് ചെയ്യാത്തത്, മീൻസ് അസറ്റ് നമ്മൾ ഹോൾഡ് ചെയ്യാത്തതിനെയാണ് നെയ്ക്കഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഒന്നാമത്തെ ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഉണ്ടല്ലോ, ഒന്നാമത്തെ ടൈപ്സ് ഹെഡ്ജിങ് ലോങ് പൊസിഷൻ ഇൻ സ്റ്റോക്ക് പുട്ട് ഓപ്ഷൻ പ്രൊട്ടക്റ്റീവായിട്ട് കൊടുക്കുന്നത്, അതിനെ നമ്മൾക്ക് ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ, സിന്തറ്റിക് ലോങ് കോൾ എന്നും അതിനെ പറയും, സിന്തറ്റിക് ലോങ് കോൾ കേട്ടോ. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. 3 രീതി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹെഡ്ജിങ് ഇൻ ലോങ് പൊസിഷനും ഹെഡ്ജിങ് ഷോർട്ട് പൊസിഷൻ ഇൻ സ്റ്റോക്ക്. ഇവിടെ പുട്ട് ഓപ്ഷനാണ്, ലോങ് പൊസിഷനിൽ പുട്ട് ഓപ്ഷനുമാണ് വരുന്നത്, ഷോർട്ട് പൊസിഷനിൽ കോൾ ഓപ്ഷനാണ് വരുന്നത്. കോൾ ഓപ്ഷൻ മീൻസ് റൈറ്റ് ടു ബൈ ആണ്, പുട്ട് ഓപ്ഷൻ റൈറ്റ് ടു സെല്ലാണ്. അത് വെച്ചിട്ട് ലോങ് പൊസിഷനിൽ എങ്ങനെ നേരെ ഓപ്പോസിറ്റ് പുട്ട് ഓപ്ഷൻ അല്ലേ സെല്ല് ചെയ്യാണ്, ലോങ് പറഞ്ഞാൽ ബയ്യറെ സംബന്ധിച്ചിട്ട്. അപ്പോൾ അത് അങ്ങനെ കണക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ. ലോങ് പൊസിഷനുള്ള ഒരു സ്റ്റോക്കിനെ നമുക്ക് പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് എങ്ങനെ ഹെഡ്ജ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. ഇനി ഷോർട്ട് പൊസിഷനിലുള്ള ഒരു സ്റ്റോക്കിനെ കോൾ ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഹെഡ്ജ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ റിസ്ക് മിനിമൈസ് ചെയ്യാം, അതാണ്. ഇനി 2 പൊസിഷനും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാം, അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. 2 രീതിയിലുണ്ട്. ഒന്ന് എന്താണ്, കവേർഡും നോട്ട് കവേർഡും. കവേർഡ് നമ്മുടെ അസറ്റുകൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഹോൾഡ് ചെയ്യുന്നതാണ്. മറ്റേത് ഹോൾഡ് ചെയ്യാത്തതാണ്. അത് വെച്ചിട്ട് നമുക്ക് പുട്ട് ഓപ്ഷനും കോൾ ഓപ്ഷനും വെച്ചിട്ട് നമുക്ക് റിസ്കിനെ മിനിമൈസ് ചെയ്യാം, അതിലൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാം. ഓക്കെ, അവിടെ മനസ്സിലാക്കേണ്ട കാര്യം നോക്ക്, ആ ഗ്രാഫ് നോക്ക്. ലോങ് സ്റ്റോക്കും ഉണ്ട്, അതുപോലെ ലോങ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. കവേർഡ് കോളുണ്ട്, ബ്രേക്ക് ഈവൺ സ്റ്റോക്ക് പ്രൈസ് എല്ലാം ഉണ്ട്. കോൾ ഓപ്ഷനും ഉണ്ട്, അതുപോലെ ലോങ് സ്റ്റോക്കും ഉണ്ട്. ഇതിൽ കോൾ ഓപ്ഷനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് കേട്ടോ, അതുകൂടെ മനസ്സിലാക്കുക ഇൻകം ജനറേറ്റ് ചെയ്യുമ്പോൾ. ദെൻ കോൾ ഓപ്ഷൻ ഉണ്ട്. കോൾ ഓപ്ഷൻ എങ്ങനെയാണ്, താഴോട്ട് വരുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ്, 100 രൂപയാണ്. സ്പോട്ട് പ്രൈസ് 95 രൂപയാണ്, അല്ലെങ്കിൽ 95 രൂപയാണെന്ന് വിചാരിക്കുക, കുറഞ്ഞു എന്ന് വിചാരിക്കുക കേട്ടോ. മൂന്നാമത്തെ കണ്ടീഷനിലാണ് പറയുന്നത്. സ്റ്റോക്ക് പ്രൈസ് 100 രൂപയാണ്. അതുപോലെ സ്പോട്ട് പ്രൈസ് 88 രൂപയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 88 രൂപയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഒരിക്കലും ബയ്യർ എക്സ്റൈസ് ചെയ്യൂല, ആൾക്ക് നഷ്ടം വരും. നഷ്ടം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, പ്രീമിയം മാത്രമാണ്. അപ്പോൾ 88 രൂപ അഥവാ 12 രൂപയാണ് ആൾക്ക് നഷ്ടം വരുന്നത്. ക്ലിയർ ആയോ? ഇനി എന്താണ്, സ്ട്രൈക്ക് പ്രൈസ് 100 രൂപയും പിന്നെ സ്പോട്ട് പ്രൈസ് 120 രൂപയായിട്ട് കൂടുകയും ചെയ്ത് കഴിഞ്ഞാൽ, കൂടുകയാണെങ്കിൽ അവിടെ ബയ്യർ എക്സ്റൈസ് ചെയ്യും, അഥവാ സെല്ലറുടെ ഒബ്ലിഗേഷനാണ്, അത് എക്സ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റോക്ക് 12 രൂപ വെച്ചിട്ട് എന്താണ് സ്റ്റോക്കിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് സ്പോട്ട് പ്രൈസിനെക്കാട്ടിലും
കൂടുകയാണെങ്കിൽ എക്സ്റൈസ് ചെയ്യും. അത് ആ എക്സ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തുകൊണ്ട് 100 രൂപക്ക് കൊടുക്കൽ നിർബന്ധമാണ്. സ്പോട്ട് പ്രൈസ് 120 രൂപയാണെങ്കിലും 100 രൂപക്ക് കൊടുക്കൽ ആൾക്ക് ഒബ്ലിഗേഷനാണ്. മനസ്സിലാകുന്നുണ്ടോ? അവിടെ നമുക്ക് എന്താണ്, സെല്ലറെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, പക്ഷേ ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. ക്ലിയർ ആയോ? ഇനി സ്ട്രൈക്ക് പ്രൈസ് 100 രൂപ എന്നുള്ളത് സ്പോട്ട് പ്രൈസ് 95 രൂപയായിട്ട് കുറഞ്ഞെങ്കിൽ അവിടെ ബയ്യർ എക്സ്റൈസ് ചെയ്യൂല. ഓക്കെ, അപ്പോൾ അവിടെ കോൾ ഓപ്ഷൻ അവിടെ നടപ്പിലാക്കുന്നില്ല. വിൽക്കാനുള്ള റൈറ്റ്സ് അവിടെ ചെയ്യുന്നില്ല. ചെയ്യാതെ അത് എക്സ്റൈസ് ചെയ്യാതെ എക്സ്പയർഡ് ആയിട്ട് വിടും. അത് എന്താണ്, ബയ്യറെ സംബന്ധിച്ചിടത്തോളം ലാഭമാണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി 4-മത്തത് കേട്ടോ. ഒരുപാട് കാര്യം ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് 4-മത്തത് ഇൻകം ജനറേഷൻ ത്രൂ ദ സ്ട്രാറ്റജി റൈറ്റിംഗ് പുട്ട് ഓപ്ഷന് വെച്ചുകൊണ്ട് കേട്ടോ. മറ്റേത് നമ്മൾ കോൾ ഓപ്ഷനാണ് പറഞ്ഞത്. ഇനി പുട്ട് ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നതാ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പുട്ട് ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കവേർഡ് കോളം നോൺ കവേർഡ് കോളം വെച്ചിട്ടാണ് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു 3-മത്തെ സ്ട്രാറ്റജിയിൽ. 4-മത്തതിൽ പുട്ട് ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത്? പുട്ട് ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അസറ്റിൻ്റെ പ്രൈസ് ഒരിക്കലും കുറയൂല, കൂടുകയേ ഉള്ളൂ എന്നൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഹോൾഡർ ഈ അസറ്റ് അഥവാ പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു കേസിൽ, 4-മത്തെ കേസിൽ അസറ്റിൻ്റെ പ്രൈസ് ഒരിക്കലും കുറയൂല, കൂടുകയേ ഉള്ളൂ എന്ന് വെച്ചിട്ടാണ് ഇവിടെ ഈ ഹോൾഡർ എന്ത് ചെയ്യുന്നത്, പുട്ട് ഓപ്ഷൻ വാങ്ങുന്നത്. ക്ലിയർ ആയോ? സോ അങ്ങനെ ആ ഒരു ഇത് വെച്ച് വാങ്ങുമ്പോൾ അഥവാ റൈറ്റ് ടു സെല്ലാണ് അവിടെ ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു സെല്ലാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോയാൽ അവിടെ എന്താണ്, പുട്ട് ഓപ്ഷൻ ഹോൾഡർ എക്സ്പയർ ചെയ്യും എന്നുള്ളതാണ്. സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ ഹോൾഡർ എക്സ്റൈസ് അഥവാ ബയർ എക്സ്റൈസ് ചെയ്യൂല, അതിനെ എക്സ്പയർ ആക്കിയിട്ട് വിടും. ഓക്കെ, ഇനി 2-മത്തത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സ്പോട്ട് പ്രൈസിനെ സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ, സ്പോട്ട് പ്രൈസ് താഴേക്ക് പോവുകയാണെങ്കിൽ ആളെന്ത് ചെയ്യും, എക്സ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. ഓപ്ഷൻ ഹോൾഡർ എക്സ്റൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് പ്രൈസിൽ നമ്മൾ എന്താണ് ബൈ ചെയ്യുന്നത്, വിൽക്കുക ചെയ്യുന്നത്. സ്ട്രൈക്ക് പ്രൈസ് കൂടുകയാണെങ്കിൽ ബയ്യർ വിൽക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഇനി റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അത് ഒബ്ലിഗേഷനാണ്. മനസ്സിലാകുന്നുണ്ടോ? റൈറ്ററെ സംബന്ധിച്ചിടത്തോളം അത് ഒബ്ലിഗേഷനാണ്. ഓക്കെ, ഇതാണ് അവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ 4-മത്തെ കണ്ടീഷന് പുട്ട് ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഹോൾഡർ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണത്? അസറ്റ് പ്രൈസ് കുറയൂല, കൂടുകയേ ഉള്ളൂ, കൂടും എന്നൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് പുട്ട് ഓപ്ഷൻ വാങ്ങുക ചെയ്യുന്നത്. പുട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ടു സെല്ലാണ്. അപ്പോൾ വിൽക്കാനുള്ള റൈറ്റിനെ നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എത്ര വില കുറഞ്ഞാലും നമുക്ക് എന്താണ്, സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് കൂടിയാൽ അയാൾ എന്ത് ചെയ്യും, അത് ആ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റ് എക്സ്പയർഡ് ആക്കി വിടും. ഇനി എന്താണ്, നമ്മുടെ സ്പോട്ട് പ്രൈസ് സ്ട്രൈക്കിൻ്റെ താഴേക്ക് പോകുകയാണെങ്കിൽ ആൾ അവിടെ എക്സ്റൈസ് ചെയ്യും. കാരണം സ്ട്രൈക്ക് പ്രൈസ് കൂടുതലായതുകൊണ്ട് ആൾക്ക് ലാഭം കിട്ടാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. സോ അവിടെ ആൾ
എക്സറൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ ബയ്യർക്ക് എന്താണ് ബയ്യർക്ക് ഇവിടെ ലോങ് പൊസിഷൻ അല്ലേ, ലോങ് പൊസിഷനിലുള്ള ആൾക്ക് വിൽക്കാനുള്ള റൈറ്റ് വാങ്ങുകയാണ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റൈറ്റാണ് അവിടെ വാങ്ങുന്നത്. പിന്നെ വിൽക്കാനുള്ള റൈറ്റ് കേട്ടോ. ദെൻ റൈറ്ററെ സംബന്ധിച്ചിടത്തോളം ഒബ്ലിഗേഷൻ മാത്രമാണ്. നെക്സ്റ്റ് അഞ്ചാമത്തെ പറഞ്ഞിട്ടുള്ളത് സ്പെക്കുലേഷനാണ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷൻ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സ്പെക്കുലേഷൻ കൊടുക്കുന്നത്. ഇവിടെ ബുള്ളിഷും ബിയറിഷും കൺസിഡർ ചെയ്യണം. ബുള്ളിഷായിട്ട് പറയുന്നുണ്ട്, ബുള്ളിഷ് ഉള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമല്ലോ. സോ അവിടെ നമ്മൾ കോൾ ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് സ്പെക്കുലേഷനിൽ എൻഗേജ് ചെയ്യുന്നു. ബിയറിഷ് ആണെങ്കിൽ പ്രൈസ് ഡിക്രീസ് ചെയ്യും. സോ അവിടെ നമ്മൾ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, സ്പെക്കുലേഷനിൽ എൻഗേജ് ചെയ്യുന്നു. അപ്പോൾ ബിയറിഷ് ആണെങ്കിൽ കോൾ ഓപ്ഷൻ വാങ്ങിച്ച് എൻഗേജ് ചെയ്യുന്നു. പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ ബിയറിഷ് ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് എൻഗേജ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഞാൻ ഈ 5 ജസ്റ്റും കൂടെ ഒന്ന് ഓടിച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത് ഹെഡ്ജിങ് ചെയ്യുന്നത് പുട്ട് ഓപ്ഷൻ എടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഹെഡ്ജ് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പുട്ട് ഓപ്ഷൻ എടുക്കുക എന്ന് പറയുന്നത് ലോങ് പൊസിഷനിലൊരു സ്റ്റോക്ക് വരുമ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഈ സ്റ്റോക്ക് പ്രൈസിൻ്റെ വില കുറയും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് അണ്ടർലൈൻ അസറ്റ് കുറയും എന്നൊരു എക്സ്പെക്റ്റേഷൻ ഉള്ള ഒരു ഹെഡ്ജർ സെയിം ആയിട്ടുള്ള അണ്ടർലൈൻ അസറ്റ് ഉള്ള ഒരു പുട്ട് ഓപ്ഷൻ വാങ്ങിച്ച് അതിലൂടെ എന്ത് ചെയ്യുന്നു, റിസ്ക് മിനിമൈസ് ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ അവിടെ സ്പോട്ട് പ്രൈസ് കുറയുകയാണെങ്കിൽ പുട്ട് ഓപ്ഷൻ എക്സറൈസ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് കൂടിയാൽ അവിടെ ലോസ് വരും. ആളത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സറൈസ് ചെയ്യുന്നില്ല, എക്സ്പയർ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ലോസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, 8 ആയിരിക്കും അവിടെ. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഷോർട്ട് പൊസിഷനിൽ കോൾ ഓപ്ഷന് വാങ്ങിച്ചുകൊണ്ട് ഹെഡ്ജിങ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നത് എന്താണ്, ഇവിടെ 2 കണ്ടീഷൻസാണ് ഉള്ളത്. 2 കണ്ടീഷൻസ് ഒന്നെന്താണ്, നമ്മളെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നീട് നമുക്ക് വാങ്ങണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് വില കൂടിക്കഴിഞ്ഞാൽ നമുക്ക് റിസ്ക്കാണ്, വില കുറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിളാണ്. അത്തരം കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, കോൾ ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു റിസ്കിനെ എലിമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞത് ഷോർട്ട് സെല്ലിംഗ് ആണ്, അഥവാ കൂടിയ വിലക്ക് വിറ്റിട്ട് കുറഞ്ഞ വിലക്ക് വാങ്ങുക എന്നുള്ളതാണ്. ആ ഒരു കൺസെപ്റ്റും ഇവിടെ വരുന്നുണ്ട്. ഇവിടെ കോൾ ഓപ്ഷൻ ആയതുകൊണ്ട് റൈറ്റ് ടു ബൈ ആണ്. ഏത് സമയത്തും വാങ്ങാനുള്ള റൈറ്റിനെ നമ്മൾ വാങ്ങാനുള്ള റൈറ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. വാങ്ങാനുള്ള റൈറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ 2 കാര്യം മനസ്സിലാക്കിയാൽ മതി അവിടെ. ഇനി മൂന്നാമത്തെ കേസ് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഈ മുകളിൽ പറഞ്ഞ 2 കേസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാണ്, എങ്ങനെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 2 രീതിയിലാണ് ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് എന്താണ്, കവേർഡ് കോളം, നോട്ട് കവേർഡ് കോളം. കവേർഡ് കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ അസറ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടും ദെൻ അസറ്റ് ഹോൾഡ് ചെയ്ത് വെക്കാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് ഈ ഒരു 2 രീതിയിലും നമുക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വില കൂടിയിട്ടും കുറഞ്ഞിട്ടും 2 കേസുകൾ അവിടെ വരുന്നുണ്ട്. വില കൂടുമ്പോഴും കുറയുമ്പോഴും കേട്ടോ. വില കൂടുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് 100 ആണെങ്കിൽ, സ്ട്രൈക്ക് പ്രൈസ് 100 ആണെങ്കിൽ, സ്പോട്ട് പ്രൈസ് കുറയുകയാണെങ്കിൽ അവിടെ ആളെ എക്സറൈസ് ചെയ്യൂല. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എക്സറൈസ് ചെയ്യും. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി നാലാമത്തത് ഈ പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചുകൊണ്ട് പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തുകൊണ്ട് നമ്മളെന്താണ്, ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. മൂന്നാമത്തത് കോൾ ഓപ്ഷൻ റൈറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ.
കോൾ ഓപ്ഷൻ മീൻസ് കവേർഡ് കോളം കേട്ടോ, മീൻസ് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. കവേർഡ് കോളം നോട്ട് കവേർഡ് കോളം പറയുന്നുണ്ട്. അതിനെ റൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ പുട്ട് ഓപ്ഷൻ റൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അസറ്റിൻ്റെ പ്രൈസ് ഒരിക്കലും കുറയൂല, കൂടുകയേ ഉള്ളൂ എന്നൊരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടാണ് ഹോൾഡർ ഈ അസറ്റ് പുട്ട് ഓപ്ഷൻ പ്രകാരം റേറ്റ് ചെയ്യുന്നത്. സോ ഈ ഹോൾഡർക്ക് വിൽക്കാനുള്ള റേറ്റാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രൈക്ക് പ്രൈസിൻ്റെ മുകളിലേക്ക് സ്പോട്ട് പ്രൈസ് പോയി കഴിഞ്ഞാൽ അവിടെ പുട്ട് ഓപ്ഷൻ ഹോൾഡർ എന്ത് ചെയ്യൂല, എക്സ്പ്രൈസ് ചെയ്യൂല. സ്പോട്ട് പ്രൈസിനെ എൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ സ്പോട്ട് സ്ട്രൈക്ക് പ്രൈസിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ അവിടെ പുട്ട് ഓപ്ഷൻ നമ്മൾ ഹോൾഡർ എക്സ്പ്രൈസ് ചെയ്യും എന്ന് മനസ്സിലാക്കുക. അത്ര മനസ്സിലാക്കിയാൽ മതി. ഇനി അഞ്ചാമത്തത് സിംഗിൾ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് സ്പെക്കുലേഷനിൽ എങ്ങനെ നടത്താം. നമുക്ക് ബുള്ളിഷും ബിയറിഷും നോക്കണം. ബുള്ളിഷ് ആണെങ്കിൽ അഥവാ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുന്നു. ഇനി ബിയറിഷ് ആണെങ്കിൽ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ അതിലൂടെ എന്ത് ചെയ്യുന്നത്, ഹെഡ്ജിങ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതോടുകൂടി ഈ ഒരു ക്ലാസ് തീർന്നു കേട്ടോ.